പെറ്റ് സ്കാനിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ ഉണ്ടോ അത് എത്രത്തോളം വ്യാപിച്ചെന്നൊക്കെ അറിയാമെന്നാണ് പെറ്റ് സ്കാനിങ്. അതൊക്കെ അപ്പൊ എന്റെ അനിയത്തി അടുത്താണ് ചേച്ചി പറയുന്നത്. ഞാനെല്ലാം വിളിച്ചു, ഞാൻ അടുത്തിരിക്കുകയാണ്. അന്നേരം പറഞ്ഞു ഈ രേണുസുതി വന്നിട്ടുണ്ട്, പെറ്റ് സ്കാനിങ് വന്നിട്ടുണ്ട്. അപ്പൊ അവള് ചോദിച്ചു എന്താ അവിടെ പട്ടിയെ പൂച്ച. അപ്പൊ അതല്ല, ഇത് ക്യാൻസറിന്റെ ആണ്. ക്യാൻസറിന്റെ അത് എത്രത്തോളം വ്യാപിച്ചെന്നൊക്കെയാണ് ഇന്നാണ് റിസൾട്ട് വന്നത്. എന്താണ് അത് ഏത് ക്യാൻസർ ആണ് പുറത്ത് വിട്ടത്. അപ്പൊ ഓൾറെഡി എപ്പോഴാ ഒരു ചെക്കപ്പിന് വന്നത്? ഞാൻ എന്നാണ് ഈ മെസ്സേജ് ഇട്ടോ ഒരു മിനിറ്റ് ഞാൻ പറയാം. അവൾ ഒരാഴ്ച മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു. വന്നിട്ട് ആ റിസൾട്ടിനാണ് ഇപ്പം ചെന്നത്. ഇപ്പൊ വന്നത്. റിസൾട്ടിനാണ്. അത് എന്നാണ് ട്യൂസ്ഡേ, കഴിഞ്ഞ ട്യൂസ്ഡേ. അപ്പം മൺഡേ ആണ് വന്നത്. കഴിഞ്ഞ മൺഡേ അത് ഷബീന ബീബി ഇട്ട ചാറ്റിനകത്തുണ്ട് കഴിഞ്ഞ ദിവസം എന്നാണ് നിങ്ങൾ പറയുന്നത്. രേണുവിന് ക്യാൻസർ ആണ് എന്ന് 100% ഉറപ്പിച്ചാണ് ഇവർ ഈ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ വെച്ചിട്ടില്ല. ബിച്ചൂസ് സ്ട്രോക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പം അവർ പറയുന്നത് പരിമല ഹോസ്പിറ്റലിലാണ് രേണു ട്രീറ്റ്മെൻറ്റിന് ചെന്നതെന്നും അവിടെ വെച്ചാണ് ക്യാൻസർ ആണെന്ന് തെളിയുന്നതെന്നുമാണ് ഇവർ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ അവർ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ സിസ്റ്റർ, ഇവരുടെ അനിയത്തി അവിടെ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അപ്പം അങ്ങനെ രേണു അവിടെ ചെക്കപ്പിന് ചെന്നിട്ടുണ്ടായിരുന്നുവെന്നും അങ്ങനെയാണ് ഇവർക്ക് ഈ വിവരം കിട്ടിയതെന്നും ഒക്കെയാണ് പറയുന്നത്. അതിരിക്കട്ടെ, രേണുവിന് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് അത് പിന്നത്തെ കാര്യം. പക്ഷേ ഒരു കാര്യം, ഇവരെന്തിന് ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽ ആ ഡോക്ടറുടെയോ ആ ഹോസ്പിറ്റലിൻ്റെയോ ഒരു അറിവോടോ സമ്മതത്തോടെ അല്ലാതെ ഇത് പുറത്ത് പറയാൻ പാടില്ല. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ഇവരുടെ സിസ്റ്ററിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചോ? ഇങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് ഒരാളോട് മാത്രമല്ല, റിയാക്ഷൻ വീഡിയോ നടത്തുന്ന എത്ര പേരെ ഇവർക്കറിയാമോ അത്രയും പേർക്ക് ഇവർ ഫോൺ വിളിച്ചിട്ട് മെസ്സേജ് വിട്ടു എന്നുള്ളതാണ് സത്യം. ഷഫീന ബീവി, അതുപോലെ തന്നെ അതുൽ ബ്ലോഗ്, ഇങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് പറയുകയാണ് രേണുവിന് ക്യാൻസർ ആണ്, രേണുവിന് ക്യാൻസർ ആണ്. എന്നാൽ രേണു എവിടെയും ക്യാൻസർ ആണ് എന്ന് പറഞ്ഞിട്ടില്ല. രേണു പറയാത്തിടത്തോളം ഈ കാര്യം ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ല. ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം ലോകത്ത് ഒരു മനുഷ്യർക്കും വരരുതേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അത് ഈ നല്ലവരായിക്കോട്ടെ, എത്ര ദുഷ്ടരാണെങ്കിൽ പോലും അങ്ങനെ ഒരു അസുഖം ഉണ്ടാവരുത് എന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരു അസുഖം രേണുവിനുണ്ടെങ്കിൽ ഒന്നുകിൽ രേണു അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം അങ്ങനെ ഒരു അസുഖം വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. കീമോ പോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ അറിയും. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്വന്തം സിസ്റ്ററിന് ജോലിയെ പോലും ബാധിക്കുന്ന ഇത് എവിടെ നിന്നാണ് ഈ ന്യൂസ് വെളിയിൽ പോയെന്നൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലങ്ങൾ നിൽക്കെ ഇവരെന്തിനാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത്? അപ്പോൾ ഞാൻ കുറേ വീഡിയോകൾ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവർ പറയുന്നുണ്ട്, ഇവർ നേരത്തെ ഇവരാണോ ഇവരുടെ സിസ്റ്റർ ആണോ എന്നറിയത്തില്ല, നേരത്തെ റിയാക്ഷൻ വീഡിയോ പോലെയുള്ള യൂട്യൂബിൽ ഒരു ചെറിയ ചാനൽ ഉണ്ടായിരുന്നു. അവർ രേണുവിനെ കുറിച്ച് വീഡിയോ ഇട്ടപ്പോൾ രേണു പ്രതികരിക്കുകയും അങ്ങനെ ഇവരെ വിളിച്ച് ഒത്തിരി വേണ്ടാത്ത രീതിയിലുള്ള ഒത്തിരി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ ഒരു ദേഷ്യം ഇവരുടെ മൈൻഡിൽ കിടപ്പുണ്ട്. അപ്പം ഇങ്ങനെ ക്യാൻസർ ആണ് എന്ന് അനിയത്തി വിളിച്ച് പറയുകയും ചെയ്തു. അതിനുശേഷം പിന്നെയും രേണു വീഡിയോ ഇടാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ക്യാൻസർ എന്ന ഒരു അസുഖം എനിക്ക് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അതിൻ്റെ ഒരു സങ്കടം പോലും ഇല്ലാതെ രേണു വീഡിയോ ഇടുന്ന കണ്ടപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നു. അതുകൊണ്ടാണ് ഇത് പുറത്ത് പറഞ്ഞതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് ആ വീഡിയോയിലുണ്ട് കേട്ടോ, പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ശരിക്കും ഇൻഫ്ലുവൻസേഴ്സ് കുറച്ച് ഹൈ ലെവലിൽ ഇച്ചിരി നല്ല ഇതിലൊക്കെ എത്താൻ വേണ്ടി ഒത്തിരി കള്ളത്തരങ്ങൾ പറയാനുണ്ട്, അപ്പോൾ പറയാറുമുണ്ട്. അപ്പോൾ ഇതിൽ രേണു അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ട് റീച്ചിന് വേണ്ടി സഹതാപത്തിന് വേണ്ടി പറയിപ്പിക്കുന്നതാണോ, അതോ രേണുവിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഇവർ പറഞ്ഞതാണോ? ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അന്നേരം ഷെഫീന ബീബിയുടെ ചാനലിൽ പുള്ളിക്കാരി ചോദിച്ചെന്ന് പറയുന്നത് കേട്ടു,
എന്തെങ്കിലും രേഖകൾ ഹോസ്പിറ്റലിൽ നിന്ന് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ കൊണ്ട് തരുവാണെങ്കിൽ അത് വെച്ച് നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു തെളിവുകൾ പോലും നിരത്തുവാനോ ഒരു തെളിവുകൾ പോലും കാണിക്കാനോ സാധിക്കാതെ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ എല്ലാവരുടെയും അടുത്ത് രേണുവിന് ക്യാൻസർ ആണ് എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ ഇതിൽ എന്തെങ്കിലും ഒന്നുകിൽ ദേഷ്യമാവാം. ഇനി സത്യമായിക്കോട്ടെ, അങ്ങനെ ഉണ്ടാവരുത്. അങ്ങനെ ഒരു പ്രശ്നം, ക്യാൻസർ എന്ന് പറയുന്ന ഒരു നിസ്സാരമായ അസുഖമൊന്നുമല്ല അത്. അങ്ങനെ ഒരു അസുഖം ഇപ്പം രേണുവിനാണെങ്കിൽ പോലും അങ്ങനെ ഒരു അസുഖം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ. അതല്ല, ഈ ലേഡി വന്ന് ഈ പറഞ്ഞത് കള്ളത്തരമാണെങ്കിൽ, രേണു ഇതിന് പങ്കുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും രേണുവിൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഇതിങ്ങനെ പറയിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഇതിന് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കുകയും വേണം. ഒരിക്കലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. രേണുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ ഒത്തിരി നമുക്കങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല ഇപ്പം. നേരത്തെ ഓക്കെ, വിധവയാണ്, അവർക്ക് ആക്ടിങ്ങിനോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്, അവരപ്പം ഇങ്ങനെയൊക്കെ ആക്ടിങ് ഒക്കെ ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഭർത്താവില്ല, ജീവിച്ചു പൊക്കോട്ടെ. പക്ഷെ ഇപ്പം വന്ന് അങ്ങേയറ്റം സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇപ്പം ലൈവിലൊക്കെ കാണിക്കുന്ന പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ, അതോ ഇത് കാണാൻ വന്നിരിക്കുന്ന ആണുങ്ങളെ വേണം ആദ്യം പറയാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രേണുവിനെ അല്ല പറയേണ്ടത്. ഇത് കാണാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ പൈസ കൊടുത്ത് ഇത് കാണാൻ വരുന്ന ആണുങ്ങളെ വേണം ആദ്യം പറയാനായിട്ട്. അത്രയ്ക്ക് ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു നാടാണ് ശരിക്കും നമ്മളുടേതല്ലേ. അതുകൊണ്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് അത്ര വലിയ നല്ല ഒരു ഇതൊന്നും ഇല്ല രേണുവിനെ കുറിച്ച് പറയാൻ. എങ്കിൽ പോലും ഈ ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം വെച്ച് ഇവർ റീച്ചിന് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത്? ഇപ്പം രേണുവിൻ്റെ വായിൽ നിന്ന് രേണു സ്വന്തമായിട്ട് പറയാതെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല അല്ലേ. ഇപ്പം ഇങ്ങനെ ഒരു കാര്യവും ആരും വന്ന് പറയരുത്. ഏത് ദേഷ്യത്തിൻ്റെ പുറത്താണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറയരുത്. ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. സോഷ്യൽ മീഡിയ ഒക്കെയാ കാര്യം ശരിയാ, പക്ഷേ ഇങ്ങനെ കാണിക്കുന്ന പരിപാടികൾ നമ്മളുടെ പക തീർക്കാൻ വേണ്ടി ആരെക്കുറിച്ചും എന്ത് അപവാദവും പറഞ്ഞു പരത്താമെന്നുള്ള ഒരു രീതി, അതൊക്കെ ഒന്ന് മാറ്റണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ പറയണം കേട്ടോ.